ഹായ്. ഞാനിപ്പോൾ ഇന്ന് വന്നേക്കണതേ ഈ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഈ അധികാരഭ്രാന്തിനെ കുറിച്ച് പറയാനായിട്ടാണ്. ഗൈസ്, നമ്മൾ ഈ മറ്റ് മതസ്ഥരെ സംബന്ധിച്ച് ഇപ്പോൾ ഹിന്ദു, ഇസ്ലാം ഇതാണല്ലോ രണ്ട് മേജർ മറ്റ് റിലീജിയൻസ് എക്സെപ്റ്റ് ക്രിസ്ത്യാനിറ്റി. പക്ഷേ ഇതിലൊന്നും കാണാത്ത വളരെ വെറൈറ്റിയാണ് ക്രൈസ്തവർക്കിടയിലുള്ള ഈ അധികാരഭ്രാന്ത്. അത് ഒരിക്കലും രാഷ്ട്രീയത്തിനല്ല കേട്ടോ, പൊളിറ്റിക്കലല്ല, ഒരിക്കലും രാഷ്ട്രീയപരമായിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് ഇന്നത്തെ ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നണം. പക്ഷേ അതുപോലെയല്ല ഈ എന്താ പറയുന്നത്, ഈ എന്താ പറയുക, ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഉള്ളിൽ, അതായത് ഒരു പള്ളിക്കുള്ളിലായിരിക്കാം, ഇടവകയ്ക്കുള്ളിലായിരിക്കാം, രൂപതയ്ക്കുള്ളിലായിരിക്കാം, സഭയ്ക്കുള്ളിലായിരിക്കാം, ഓരോ പർട്ടിക്കുലറായിട്ടുള്ള സഭയ്ക്കുള്ളിലാണെങ്കിലും ഈച്ച് ആൻഡ് എവരി സഭ, ഏത് സഭയ്ക്കുള്ളിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അവരവിടെ തല്ലുകൂടിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. എന്താണ് ഇതിനുള്ളൊരു പർപ്പസ് എന്നോ അല്ലെങ്കിൽ എന്താണ് കാരണം എന്നോ കൃത്യമായിട്ട് നോക്കി അറിയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും വലിയ ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് ഈ അടികൂട്ടം എന്ന് പറയുന്നത്. അത് കത്തോലിക്കാന്നില്ല, പ്രൊട്ടസ്റ്റൻ്റ് എന്നില്ല, യാക്കോബായ, ഓർത്തഡോക്സ്. നമുക്കറിയാലോ, യാക്കോബായ, ഓർത്തഡോക്സ് വിഷയങ്ങൾ നമുക്കറിയാം, വളരെ നാളുകളായിട്ടുള്ള ഒരു വിഷയമാണ്. അതേപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്കുള്ളിൽ ഇന്ന് നടക്കുന്നതും ഒക്കെത്തിനും ഈ അധികാരം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കാരണം തന്നെയാണ്. ഈവൻ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഹിന്ദുക്കൾക്കിടയിലാണെങ്കിൽ ഒരുപാട് ജാതി സംഘടനകളൊക്കെ ഉണ്ട്, മുസ്ലിംസിനാണെങ്കിലും അവരുടെ ഓരോ കമ്മിറ്റികളൊക്കെ ഉണ്ടായിരിക്കും. ഇതിലേക്കൊക്കെ കയറി പറ്റുന്നവർ, അവരൊക്കെ കയറി പറ്റുന്നില്ലെങ്കിൽ, ഒരു വട്ടം അവർക്ക് ആവാൻ പറ്റുന്നില്ലെങ്കിൽ അവരും മിണ്ടാതിരിക്കും, അവരവിടെ തൊഴുത്തിനുവേണ്ടി കാത്തിരിക്കും. പക്ഷെ അതുപോലെയല്ല ക്രിസ്ത്യാനികൾക്കിടയിൽ. ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ നോക്കിയാൽ മതി, അവർ ഭയങ്കര വർക്കായിരിക്കും. അവർ പള്ളിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കും, സഭയ്ക്ക് വേണ്ടി പണിയെടുക്കും. 24 മണിക്കൂറൊക്കെ പള്ളിക്കുള്ളിൽ വളരെ കമ്മിറ്റഡായിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേര് ഞാൻ കാണാറുണ്ട്, പേഴ്സണലി എനിക്ക് അറിയാവുന്നവരുണ്ട്. പക്ഷേ ഇവരിങ്ങനെ പണിയെടുക്കുന്ന തന്നെ മെയിനായിട്ട് എന്തിനാണെന്ന് അറിയാമോ? പള്ളിയുടെ ഏതെങ്കിലും കമ്മിറ്റിയിലോട്ട് കയറി പറ്റുക, അല്ലെങ്കിൽ പള്ളിയുടെ ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിലോട്ട് കയറി പറ്റുക. ഇത് കയറി പറ്റില്ല എങ്കിൽ ഇവർ പിന്നെ ഈ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത, ഈ സഭയ്ക്ക് വേണ്ടി പണിയെടുത്ത, എല്ലാ ദിവസവും പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവായി നിന്നിരുന്ന ഇവർ പിറ്റേ ദിവസം തൊട്ട് എന്താവുമെന്നറിയോ? സഭാദ്രോഹികളായി മാറും. പിന്നെ അവർ സഭയെ കണ്ടുകൂടാ, വിശ്വാസത്തെ കണ്ടുകൂടാ, പള്ളിയെ കണ്ടുകൂടാ, വികാരിയച്ഛനെ കണ്ടുകൂടാ. ഈവൻ വികാരിയച്ഛൻ്റെ തന്തയ്ക്ക് വരെ വിളിക്കുന്ന ടീംസ് ഉണ്ട്. ഈ അധികാരത്തിൽ കയറി പറ്റാനായിട്ട് പ്രയത്നിച്ചിട്ട് പറ്റാത്തവരുണ്ടല്ലോ. പിന്നെ അവർ ഈ കയറി പറ്റിയ കമ്മിറ്റിനെ കുറിച്ച് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയും, ഇത് പറയും, അവരിത് ശരിയല്ല, അത് ശരിയല്ല, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഗൈസ്, ഇത് കാണുന്നത് ക്രൈസ്തവർക്കിടയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പേഴ്സണലി ഞാൻ ക്രൈസ്തവർക്കിടയിൽ ഇത് കണ്ടിട്ടുള്ളൂ. ഇത് വൃത്തികെട്ട ഏർപ്പാടാണല്ലേ. ഞാനും ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അതായത് ഇതിങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് മിക്കവാറും എല്ലാ രൂപതകളിലും ഇപ്പം ഇങ്ങനെ കമ്മിറ്റി ഇലക്ഷൻസ് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. അതായത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറിച്ചാണ്, ഇതിനു വേണ്ടി ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോശമായിട്ടൊക്കെ പറഞ്ഞ് ഈ വട്ടം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. നമ്മൾക്ക് അങ്ങനെയായിരിക്കണം. സെൽഫിഷായിട്ടൊക്കെ നമ്മൾ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ തേടിയെത്തും. ഇനി അത് കിട്ടിയില്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്ന്, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊക്കെ പറയണത് കർത്താവിന് വേണ്ടി പണിയെടുക്കാമെന്ന് വിചാരിച്ചാൽ മതി. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ദിവസം അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നാളെ മറ്റുള്ളവരിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്നേ. പക്ഷേ ഇതൊന്നുമല്ല. പിന്നെ അവർ സഭാദ്രോഹികളായി മാറുന്നു, സഭയ്ക്കെതിരെ എന്തൊക്കെ പറയാൻ പറ്റുന്നു അതൊക്കെ പറയുന്നു. ഇതൊക്കെ കാണുന്നത് ക്രിസ്ത്യാനികൾക്കിടയിലാണ്. ഈവൻ ക്രൈസ്തവർക്കിടയിലുള്ള എല്ലാ അധികാര തർക്കങ്ങൾക്കും ഇത് കാരണമുണ്ട്. ഇപ്പോൾ സീറോ മലബാർ സഭയിൽ നടക്കുന്ന, എറണാകുളം വിഷയത്തിൽ നടക്കുന്ന വിഷയങ്ങളുടെ മെയിൻ കാരണം എന്ന് പറയുന്നത് കുറച്ച് സീനിയറായുള്ള അച്ഛന്മാർക്ക് മെത്രാനാവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ അവർക്ക് മെത്രാനാവാൻ പറ്റിയില്ല.
പിന്നെ അവർ സഭയ്ക്കെതിരായി, പിന്നെ അവർ സഭാദ്രോഹികളായി മാറുന്നു. ഇപ്പോഴത്തെ മെത്രാൻസിലുള്ള എല്ലാവരും അവർക്ക് ശത്രുക്കളായി മാറുന്നു. പിന്നെ അവരതിനെ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ കുറേ അച്ഛന്മാർക്ക് ഗത്യന്തരമില്ലാതെ പിന്നാലെ കൂടേണ്ടി വരുന്നു. സെയിം സംഭവം തന്നെയാണ് യാക്കോബായ ഓർത്തഡോക്സ് വിഷയത്തിലൊക്കെ നടക്കുന്നത്. ഒരു മെത്രാച്ചന് അവരുടെ കാതോലിക്കയോ എന്തോ ആവാനായിട്ട് അവർക്ക് ആഗ്രഹം വരുന്നു, ഒരു വട്ടശ്ശേരി ദുബന്നാസിയൂസ് എന്ന് പറയുന്ന മെത്രാച്ചന്. പക്ഷെ അദ്ദേഹത്തിന് ആവാൻ പറ്റുന്നില്ല. അദ്ദേഹം പുതിയൊരു സഭയുണ്ടാക്കി, അതും കാനോനികമായിട്ട് വിരുദ്ധമായിട്ട് ഒരു പാത്രിയാർക്കീസായിട്ട് മാറിയ ഒരാളിൽ നിന്ന് അദ്ദേഹം ഒരു പുതിയൊരു സഭയുണ്ടാക്കി. അന്ന് തൊട്ടേ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെ സംഭവം എന്താണെന്ന് പറയട്ടെ. ഇതൊക്കെയാണ് ക്രൈസ്തവർക്കിടയിൽ അധികാര തർക്കം എന്ന് പറയുന്നത്. ഭയങ്കര കോമഡിയാണ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഇതൊക്കെ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ക്രിസ്ത്യാനികൾക്കിടയിലാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞത് എന്താണ്? ശുശ്രൂഷിക്കാനാണ് പറയുന്നത്. അല്ല, അധികാരം എന്ന് പറയുന്നത് ശുശ്രൂഷയായിരിക്കണം. ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും. ഇത് ശുശ്രൂഷ എന്ന് പറയുന്നത് ഓക്കെ, ശുശ്രൂഷിക്കാനായിട്ടൊക്കെ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? ശുശ്രൂഷിക്കാനെന്ന പേരിൽ വരുന്നു. പക്ഷേ കിട്ടിയില്ല എങ്കിലുണ്ടല്ലോ ഒരു പൊസിഷൻ, ഞാൻ ആഗ്രഹിച്ച പൊസിഷൻ എനിക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ തീർന്നു മക്കളെ. പിന്നെ ആ പള്ളിക്കെതിരെയും ആ വികാരിയച്ഛനെതിരെയും ആ കമ്മിറ്റിക്കെതിരെയും എന്തൊക്കെ പറയാൻ പറ്റുന്നുവോ അതൊക്കെ പറയും, പ്രശ്നങ്ങളുണ്ടാക്കും. ഇതാണ് നടക്കുന്നത്. ഇതാണ് സഭയിൽ നടക്കുന്നത്. ഇതാണ് ക്രൈസ്തവർക്കിടയിൽ നടക്കുന്നത്. സോ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. മാറി ചിന്തിക്കേണ്ട കാലഘട്ടമൊക്കെ ആയിന്നേ. ഈ പണിയില്ലാത്തവരൊക്കെയാണ് ഈ കിടന്നിട്ട് ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെയൊക്കെ പിന്നാലെ ഞാനൊക്കെ ഈ എറണാകുളത്തൊക്കെ ഈ കുർബാന പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ എതിർക്കാൻ വരുന്നവരും അനുകൂലിക്കാൻ വരുന്നവരും ഒക്കെ ഇതൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇവരുടെ വീട്ടിലെ കാര്യം നടന്നു പോകുന്നത്, എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോയി ഞാൻ വിചാരിക്കാറുണ്ട്. ഇവർക്ക് ജോലി ഇല്ലാവോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പിന്നെ കുറേയൊക്കെ സീനിയറുള്ള ആൾക്കാരെ കാണാറുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലുണ്ട് ഓക്കെ, ചിലപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ല, റിട്ടയർഡായി നിൽക്കുന്നവരൊക്കെ ആയിരിക്കും ഇതിന് പിന്നാലെ ഉണ്ടാവാമെന്ന് വിചാരിച്ചാറുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് എനിക്ക് പലപ്പോഴും കോമഡിയാണ്, പക്കാ കോമഡിയാണ് ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ നടക്കുന്ന ഈ അധികാര തർക്കങ്ങളും വിഷയങ്ങളൊക്കെ. ഈ ഞാൻ പറയുന്നത് മറ്റ് മതസ്ഥർക്കിടയിലും നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അവരൊന്നും ഒരിക്കലും അവരുടെ മതവിശ്വാസത്തെ തള്ളിപ്പറയില്ല. പക്ഷെ ക്രിസ്ത്യാനികളാണ് ഈ മതവിശ്വാസത്തെ വരെ തള്ളിപ്പറയും. പിന്നെ അവർ ഭയങ്കര മോശക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ പറയുന്നത്, പിന്നെ എതിർക്കാവുന്ന രീതിയിലൊക്കെ എതിർക്കും. ഇതൊക്കെയാണ് ഈ ഹിസ്റ്റോറിക്കലി തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതൊക്കെയാണ് ക്രൈസ്തവർക്കുടെ അധികാര തർക്കം എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ എന്താ പറയുക, ഓക്കെ, പള്ളിക്ക് വേണ്ടി പണിയെടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്, ശുശ്രൂഷിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി ഇത്രയും പണിയെടുത്തിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ പള്ളിയിലെ വികാരിയച്ഛനെയും വൈദികരെയും മെത്രാമാരെയും അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ മൊത്തം കുറ്റം പറയുന്നുണ്ടല്ലോ, ഈ പണിയെടുത്തൊക്കെ അതിൽ പോകും. ഈ പണിയെടുത്തൊക്കെ അതിൽ തീർന്നു. ഇത്ര നാളും മെത്രാമാരുടെയും സഭയുടെയും കൂടെ നിന്ന് സഭയ്ക്ക് വേണ്ടി നിൽക്കണ കുറേ അച്ഛന്മാരെ എനിക്കറിയാം. പിന്നെ അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം വരുമ്പോൾ അവർ ഈ മെത്രാമാരെ കുറ്റം പറയുന്നു, സഭയുടെ സിസ്റ്റം തന്നെ മോശമാണെന്ന് പറയുന്നു. ഈ സഭയുടെ സിസ്റ്റം മോശമാണെങ്കിൽ ആദ്യം പോകേണ്ടത് ഈ അച്ഛന്മാർ സ്വന്തം ജോലിക്ക് തന്നെയാണ് എന്താ പറയുന്ന ഈ വളം വെച്ച് കൊടുത്ത് സ്വന്തം ജോലി തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഭയെ കുറ്റം പറയുന്നതിലൂടെ, അല്ലേ? സഭയില്ലാണ്ടായ അച്ഛന്മാരുടെ ജോലി പോവും, പിന്നെ അവരങ്ങനെ ജീവിക്കും. എനിക്കറിയാൻ പാടില്ല. ഇവർ ഈ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി സഭയെ കുറ്റം പറയുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. തീർന്നു. നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ, ഒരു കുറച്ചാൾ കഴിയുമ്പോൾ തിരിച്ചടിക്കും, ഉറപ്പാണ്. അത്ര പറയാനുള്ളൂ. സോ യേശുക്രിസ്തു പറഞ്ഞ രീതിയിലോടൊക്കെ പോവുക, ശുശ്രൂഷിക്കുക, ജനങ്ങളെ ശുശ്രൂഷിക്കുക, പള്ളിയെ ശുശ്രൂഷിക്കുക. എനിക്കൊന്നും പറ്റാത്തൊരു കാര്യമാണ് 24 മണിക്കൂറൊക്കെ പള്ളിക്ക് വേണ്ടിയൊക്കെ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതാവുന്ന രീതിയിലൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിലൂടെ എടുത്തും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ മൊത്തത്തിൽ നോക്കി അറിയാം. പക്ഷേ ഇതുവരെയായിട്ട് ഒരു പൊസിഷന് വേണ്ടിയിട്ടോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ ഞാൻ നിന്നിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇപ്പോഴാണ് എനിക്കൊരു വൈസ് പ്രസിഡൻറ്റ് പൊസിഷനൊക്കെ കിട്ടിയത്, അത് നമ്മൾ ചോദിക്കാതെ തന്നെ. പക്ഷെ എനിവേ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഇനി കിട്ടിയില്ലെങ്കിൽ അത്രേ ഉള്ളൂ. വേറെ നമുക്ക് അതിൻ്റെ പിന്നിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് തല്ലുണ്ടാക്കാൻ പോവുക, പ്രശ്നങ്ങളുണ്ടാക്കാൻ പോവുക, ഈ
വളരെ കൂട്ടായ്മയിലും ഐക്യത്തിലും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഇടവകയെ ഭിന്നിപ്പിക്കാനായിട്ട് ഇതൊക്കെ മതി. ഈ ചെറിയ ചെറിയ പൊട്ടലും ചീച്ചലും ഉണ്ടായാൽ മതി, പിന്നെ അവിടെ നിന്ന് തീ കത്തിക്കോളും. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ സഭയെ മൊത്തം കുറ്റം പറയാണ്. ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ഇന്നൊരു കാര്യം പ്രൈവറ്റ് അല്ല, ഈ പള്ളിക്ക് നടക്കുന്ന വഴക്കുകളെ കാണാറില്ല. അയ്യേ, എന്തൊരു മോശമാണ്. ഇതൊക്കെ ആൾക്കാർ കാണുന്നല്ല. എന്തിനു വേണ്ട? കുർബാനയ്ക്ക് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്. കത്തോലിക്ക സഭയ്ക്കുള്ളിലാണെങ്കിലും യാക്കോബായ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിലാണെങ്കിലും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കുറച്ചൊക്കെ ഒരു ക്രിസ്തു വിശ്വാസത്തിലേക്കും യേശു ക്രിസ്തുവിൻ്റെ രീതിയിലോട്ടൊക്കെ വരാനായിട്ട് സഭയിലെ മെത്രാന്മാരും അച്ഛന്മാരും സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന വിശ്വാസികളൊക്കെ കുറച്ചൊക്കെ മാറണം, കുറച്ചൊക്കെ ആ രീതിയിലോട്ട് വരണം. ഇത്ര പറയാനുള്ളൂ. സോ ഇനി നമുക്കൊരു നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണാം. ബൈ.